അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ചു ദിവസമായി വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതായത് മൂത്ത മകനായ കിച്ചുവിനെ രേണു ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നൊക്കെ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങൾ. സുധിയുടെ മകൻ കിച്ചുവിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെന്നും വീട് നിർമ്മിച്ച് നൽകിയവരെ രേണു അപമാനിച്ചു എന്നുള്ള ആരോപണങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ആ വീട് നിർമ്മിച്ച് നൽകാൻ മുൻകൈ എടുത്തവരിൽ ഒരാളായ ബിഷപ്പായ നോബിൾ ഫിലിപ്പാണ്. സുധിയുടെ മക്കളായ കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ് വീട് എഴുതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രേണുവിന് ഈ വീട്ടിൽ യാതൊരു അധികാരവുമില്ല. ആ രണ്ട് മക്കൾക്കാണ് അധികാരം. അതുകൊണ്ട് തന്നെ കിച്ചുവിനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ആർക്കും അധികാരമില്ല. അവന് എപ്പോൾ വേണമെങ്കിലും അവിടെ വരാം. കിച്ചുവിനായി ഒരു ബെഡ്റൂം അവിടെ എപ്പോഴും മാറ്റിവെച്ചിട്ടുണ്ട്. കുടുംബത്തിൽ വഴക്കോ ബഹളമോ ഉള്ളതായി തനിക്കിപ്പോൾ അറിവില്ല. വീടിന് ചോർച്ചയുണ്ടെന്ന തരത്തിൽ രേണു കുറച്ചു ദിവസം കൊണ്ട് പറഞ്ഞത് കള്ളമല്ല. അത് താൻ നേരിട്ട് കണ്ട ഒന്ന് തന്നെയാണ്. മഴ പെയ്യുമ്പോൾ ഗ്ലാസ്സിലൂടെ വെള്ളം വരുന്നത് താൻ കണ്ടിരുന്നു. പക്ഷേ ചോർച്ച എന്നൊക്കെ പറഞ്ഞത് ആ നിർമ്മാതാവായ ഫിറോസിനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. കാര്യം അദ്ദേഹം ഒരു ബിൽഡറാണ്. ഇത്തരം പരാതികൾ അദ്ദേഹത്തിന്റെ തൊഴിലിനെയാണ് സത്യം പറഞ്ഞാൽ ബാധിക്കുന്നത്. വീടിന്റെ അറ്റകുറ്റപ്പണികളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പറയുന്നതിന് പകരം രേണുവിന് നേരിട്ട് സംസാരിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഔദ്യോഗികമായി ഒരു കത്ത് നൽകാമായിരുന്നു. അതൊന്നുമല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒന്ന് പരിഹരിച്ച് തരണമെന്ന് പറയാമായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാതെ രേണു മുഖത്തടിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പലതും വെളിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും രീതിയിൽ പ്രശ്നങ്ങൾ പോയത് എന്നാണ് ഇപ്പോൾ നോബിൾ ഫിലിപ്പ് പറയുന്നത്.